ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്കാണ്. 4 മണി സ്നാക്കാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊരു ബൗൾ എടുക്കുക. ഇതിനകത്തേക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി. അരിപ്പൊടി ഇവിടെ ഞാൻ നന്നായി വറുത്ത് നമ്മുടെ പുട്ടുപൊടിയുടെ പാകത്തിനുള്ള പൊടിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മീറ്റ് മസാല, 1 നുള്ള് ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാനിതിനകത്തേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്ന കോക്കനട്ട് ഓയിലാണ്. ഈ ഒരു സ്നാക്കിന് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര. മധുരമൊന്നും ഒരുപാട് മുന്നോട്ട് പോകരുത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി ലൂസായി പോകും. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ മാവ് നന്നായി ഞാൻ കുഴച്ച് നന്നായി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മാവ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇനി ഇത് ചെറിയ ബോളുകളായി നമുക്കൊന്ന് ഉരുട്ടി വെക്കാം. കണ്ടോ, ഇത് വേറെ കയ്യിൽ എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അതിനൊരു ഫോർക്ക് എടുക്കുക. അതിൻ്റെ ഉൾവശത്ത് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു അറ്റത്ത് നിന്ന് ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് കിട്ടും. അങ്ങനെ ഇതെല്ലാം ഒന്ന് ആക്കിയെടുക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക. ഇത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം കൂടെ കൂട്ടി ഇട്ട് കൊടുക്കരുത്. കൂട്ടി ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പോവും. അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കരിഞ്ഞു പോകും. ഇനി ഇതൊരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ 4 മണി സ്നാക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.